ഗുഡ് മോർണിംഗ് യൂറോപ്പ്. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 26 മുതൽ ലണ്ടൻ ഹീത്രോയിലേക്ക് ഇന്ത്യയിൽ നിന്നും ദിവസേന നോൺ സ്റ്റോപ്പ് വിമാന സർവീസുകൾ ആരംഭിക്കാൻ തയ്യാറെടുത്ത് ഇൻഡിഗോ എയർലൈൻ. പുതുതായി പാട്ടത്തിനെടുത്ത ബോയിങ് 787 ഡ്രീം ലൈനറുകൾ ഉപയോഗിച്ചാണ് മുംബൈ ഹീത്രോ സർവീസ് തുടങ്ങുക. ഇൻഡിഗോയുടെ 19ാം വാർഷികവും ദീർഘദൂര വിപണിയിലേക്കുള്ള പുതിയ ചുവടുവയ്പും കണക്കിലെടുത്ത് എയർലൈനിന്റെ അന്താരാഷ്ട്ര ലക്ഷ്യങ്ങളിൽ ഒരു പ്രധാന നേട്ടമാകും ഇത്. ലണ്ടൻ റൂട്ടിലേക്ക് ഈ സാമ്പത്തിക വർഷം 5 ഡ്രീം ലൈനറുകൾ കൂടി സർവീസ് നടത്തുമെന്ന് ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. ഇൻഡിഗോയുടെ വിദേശ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിശാലമായ നീക്കത്തിന്റെ ഭാഗമാണ് പുതിയ വിമാനങ്ങൾ. 2030 സാമ്പത്തിക വർഷത്തോടെ 40% അന്താരാഷ്ട്ര ശേഷി വിഹിതം നേടാനാണ് എയർലൈൻ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇത് 28%. ഒക്ടോബർ 26 മുതൽ ലണ്ടൻ വിമാനം പറന്നു തുടങ്ങുമെന്നാണ് ബുക്കിംഗിന് മുന്നോടിയായി ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ ലണ്ടൻ മേഖലയിലെ എയർ ഇന്ത്യയുടെ കുത്തക തകർക്കുകയാണ് ഇൻഡിഗോയുടെ ലക്ഷ്യം. അതിനായി മറ്റൊരു വിമാന കമ്പനിയും നൽകാത്ത ഏറ്റവും ആകർഷകമായ പാക്കേജാണ് ഇൻഡിഗോ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഓണക്കാലം കഴിഞ്ഞുള്ള ഓഫ് സീസണിലും യാത്രക്കാർ കുറയുന്നില്ല എന്നുറപ്പാക്കാൻ വെറും 509 പൗണ്ടിന് വരെ ഈ റൂട്ടിൽ സർവീസ് നടത്താൻ തയ്യാറാണെന്ന അറിയിപ്പാണ് ഇപ്പോൾ ഇൻഡിഗോ പുറത്തുവിട്ടിരിക്കുന്നത്. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവതി പിടിയിൽ. തൃശൂർ എടവിലങ്ങക്കാര പുതിയ റോഡ് സ്വദേശിനി 29 വയസ്സുകാരി സായയാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എടവിലങ്ങ് സ്വദേശിയായ 3 പേരിൽ നിന്നും 6.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് യുവതി പിടിയിലായത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് SI-മാരായ സലീം K, കശ്യപൻ ഷാബു, ASI-മാരായ രാജീവ്, അസ്മാബി എന്നിവർ ഉൾപ്പെട്ട പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത്. UK-യിലേക്ക് വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതിന് കൊടുങ്ങല്ലൂർ, മതിലകം, മാള, ഇരിങ്ങാലക്കുട, കാട്ടൂർ, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളിലായി ഇവരുടെ പേരിൽ 9 ക്രിമിനൽ കേസുകളുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി പലിശ നിരക്ക് 4.25% നിന്നും 4 കുറച്ചു. 0.25% കുറവ് പലിശ നിരക്കിൽ ഉണ്ടായേക്കാമെന്ന് നേരത്തെ തന്നെ സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിരുന്നു. ഒരു തീരുമാനത്തിലെത്തുന്നതിനായി കമ്മിറ്റി 2 റൗണ്ട് വോട്ടിംഗ് നടത്തി. 4-നെതിരെ 5 വോട്ടുകൾക്കാണ് പലിശ നിരക്ക് 4.25% തുടരണമെന്ന തീരുമാനം പോളിസി കമ്മിറ്റി എടുത്തത്. ഇതോടെ ബാങ്കുകളിലേക്കും ബിൽഡിംഗ് സൊസൈറ്റികളിലേക്കും സേവിങ്സ് നിരക്ക് കുറയും. 2024 ശേഷം ഇത് 5ാം തവണയാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നത്. അടിസ്ഥാന നിരക്ക് 4%-ലെത്തിയത് മോർഗേജ് ഉള്ളവർക്ക് ഗുണകരമാണ്. വരും ദിവസങ്ങളിൽ ഫിക്സഡ് റേറ്റ് ഡീലുകളിലും ചില കുറവുകൾ വന്നേക്കാമെങ്കിലും പുതിയ ഫിക്സഡ് റേറ്റ് ഡീലുകൾ അന്വേഷിക്കുന്നവർക്ക് പലിശ നിരക്കിൽ അത്ര വലിയ കുറവൊന്നും ലഭ്യമായേക്കില്ല. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പലിശ നിരക്കിന്റെ ഗതിയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇത്തരത്തിലുള്ള ഡീലുകളിൽ വായ്പാദാതാക്കൾ പലിശ നിരക്ക് നിശ്ചയിക്കുക എന്നതിനാലാണിത്. വാടകക്കാരെ പുറത്താക്കി വീട്ടുവാടക വർദ്ധിപ്പിച്ച കേസിൽ ലേബറിന്റെ ഭവനരഹിതർക്കുള്ള വകുപ്പ് മന്ത്രി റുഷനാര അലി വീട്ടുവാടക വിഷയത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു. തന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നും 4 വാടകക്കാരെ ഒഴിപ്പിച്ച് ഏതാനും ആഴ്ചകൾക്ക് ശേഷം 700 പൗണ്ട് അധിക വാടകയ്ക്ക് അത് മറ്റുള്ളവർക്ക് നൽകി എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് റുഷാനാര അലി മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത്. നേരത്തെ നിശ്ചിത കാലത്തേക്കുള്ള ഫിക്സഡ് ടൈം കരാർ വഴിയായിരുന്നു ഇവിടെ വാടകക്കാർ താമസിച്ചിരുന്നത്. കെട്ടിടം വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിനാൽ കരാർ കാലാവധി കഴിഞ്ഞാൽ പുതുക്കുകയില്ല എന്ന് വാടകക്കാരെ കഴിഞ്ഞ നവംബറിൽ തന്നെ അലി അറിയിച്ചിരുന്നതാണ്. എന്നാൽ വാടകക്കാർ വീടൊഴിഞ്ഞ ശേഷം കെട്ടിടം വാടകയ്ക്ക് നൽകുന്നതിനുള്ള പരസ്യം നൽകുകയായിരുന്നു. അതുവരെ പ്രതിമാസം 3300 പൗണ്ട് വാടകയുണ്ടായിരുന്നത് 4000 പൗണ്ടാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം മാധ്യമങ്ങൾ ചർച്ചയാക്കിയതോടെ ഹൗസിംഗ് ചാരിറ്റികളും പ്രതിപക്ഷ കക്ഷികളും റുഷാനര അലിക്കെതിരെ നിശ്ചിത വിമർശനവുമായി രംഗത്തെത്തി. എന്നാൽ കെട്ടിടം വാങ്ങാൻ ഒരാളെ കിട്ടാത്തതിനാലാണ് അത് വീണ്ടും വാടകയ്ക്ക് നൽകിയതെന്ന് അവർ പറയുന്നു. താൻ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് അവർ പ്രധാനമന്ത്രിക്ക് എഴുതിയ രാജിക്കത്തിൽ പറയുന്നു. ബ്രിട്ടനിൽ ജോലി ചെയ്യാൻ ഡോക്ടർമാർക്ക് താല്പര്യം കുറയുന്നതായി റിപ്പോർട്ട്. 5-1 ഡോക്ടർമാരും UK-യിൽ ജോലി അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നതായി കണക്കുകൾ വെളിപ്പെടുത്തുന്നു. 8-ൽ ഒരാൾ വീതം രാജ്യം വിട്ട് വിദേശത്തേക്ക് ജോലി തേടി പോകാനാണ് ആലോചിക്കുന്നതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനറൽ മെഡിക്കൽ കൗൺസിൽ കമ്മീഷൻ ചെയ്ത ഗവേഷണത്തിലാണ് ഈ കണ്ടെത്തൽ. ഡോക്ടർമാരെ പിടിച്ചു നിർത്താൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ആശുപത്രി വെയിറ്റിംഗ് ലിസ്റ്റുകൾ കുറയ്ക്കാനുള്ള പദ്ധതികൾ അപകടത്തിലാകുമെന്ന് GMC മുന്നറിയിപ്പ് നൽകുന്നു. ഇംഗ്ലണ്ടിൽ വീണ്ടും കൗൺസിൽ ടാക്സ് വർദ്ധിപ്പിക്കാൻ നീക്കം. ഉപപ്രധാനമന്ത്രി ആഞ്ചല റൈനറുടെ പദ്ധതികൾക്ക് ഫണ്ടിംഗ് കണ്ടെത്താനാണ് പുതിയ നീക്കം. ദരിദ്ര മേഖലകൾക്ക് കൂടുതൽ ഫണ്ടിംഗ് നൽകാനായി ധനിക കുടുംബങ്ങൾ വസിക്കുന്ന മേഖലകളിൽ കൗൺസിൽ ടാക്സ് കുത്തനെ കൂട്ടാനാണ് പദ്ധതി. ഇതിനു പുറമെ ലണ്ടൻ, മറ്റ് ഹോം കൗണ്ടികൾ എന്നിവിടങ്ങളിലെ കൗൺസിലുകൾ തങ്ങളുടെ ബജറ്റ് വെട്ടിക്കുറയ്ക്കേണ്ടി വരികയും ചെയ്യും. മിഡ്ലാൻഡ്സ്, നോർത്ത് എന്നിവിടങ്ങളിലും നികുതി കൂട്ടും.
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് നൽകുന്ന ഫണ്ടിങ്ങിലെ വ്യത്യാസങ്ങൾ തിരുത്താനുള്ള മന്ത്രിമാരുടെ ശ്രമമാണ് പുതിയ പാരയുമായി വരുന്നതിന് പിന്നിൽ. യുകെയിൽ എമിഗ്രേഷൻ യുകെയുടെ പബ്ലിക് സർവീസുകളെ താങ്ങാൻ കഴിയാത്ത സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി ചൂണ്ടിക്കാണിച്ചു. വിദേശ ജോലിക്കാരെ ആശ്രയിക്കുന്ന രീതി ശാശ്വതമല്ല എന്ന് ഇക്കണോമിസ്റ്റ് ഡേവിഡ് മൈൽസ് പറയുന്നു. സ്വദേശത്തെ തൊഴിലില്ലായ്മയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും കൂട്ടക്കുടിയേറ്റത്തെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനുമാണ് ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി ലേബർ ഗവൺമെന്റിനെ ഉപദേശിക്കുന്നത്. തൊഴിൽ പ്രായത്തിലുള്ള ആളുകൾ ഇമിഗ്രേഷൻ വഴി എത്തുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നു. ഇന്ത്യയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ പറ്റി ശബ്ദമുയർത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലണ്ടനിലെ കോൺഗ്രസ് നേതാവ് കെ മോഹൻദാസ്. ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന ഇലക്ഷൻ ക്രമക്കേടുകളും അട്ടിമറികളും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് രാഹുൽ ഗാന്ധി പരാതിപ്പെട്ടപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഇന്ന് നടക്കുന്നതും ഇതിനു മുൻപ് നടന്നതുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം തന്നെ ജനാധിപത്യപരമായോ നീതിപൂർവമായിട്ടോ അല്ല എന്ന് തെളിയിക്കുന്ന പ്രകടമായ തെളിവുകളോടെയുള്ള തുറന്നുകാട്ടലാണ് രാഹുൽജി രാജ്യത്തിനു മുൻപാകെ നടത്തിയതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി നൽകണമെന്നും കെ മോഹൻദാസ് ചൂണ്ടിക്കാട്ടി. യുകെയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ച UAE-യിൽ ജനിച്ചു വളർന്ന മലയാളി വിദ്യാർത്ഥി ജെഫേഴ്സന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കും. UAE അധികൃതർ കുടുംബത്തിന് അനുമതി നൽകി. ജെഫേഴ്സന്റെ മൃതദേഹം UAE-യിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ അനുമതികൾ കുടുംബത്തിന് ലഭിച്ചതായി ജെഫേഴ്സന്റെ പിതാവ് ജസ്റ്റിൻ അറിയിച്ചു. ജെഫേഴ്സൺ ജനിച്ചു വളർന്ന ഷാർജയിൽ തന്നെ മൃതദേഹം സംസ്കരിക്കണമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. അയർലൻഡിൽ ഇന്ത്യൻ വംശജരായ 6 വയസ്സുകാരിക്ക് നേരെ വംശീയാധിക്ഷേപം. വാട്ടർഫോർഡിലാണ് സംഭവം. 12-നും 14-നും ഇടയിൽ പ്രായമുള്ള 5ഓളം ആൺകുട്ടികളാണ് കുട്ടിയെ വംശീയമായി അധിക്ഷേപിച്ചത്. കളിക്കുന്നതിനിടയിലാണ് മലയാളി പെൺകുട്ടിക്ക് നേരെ കൗമാരക്കാരുടെ ആക്രമണമുണ്ടായത്. കോട്ടയം സ്വദേശികളായ ദമ്പതിമാരുടെ മകൾക്കാണ് ആക്രമണമുണ്ടായത്. ഇന്ത്യക്കാർ വൃത്തികെട്ടവരാണെന്നും രാജ്യത്തേക്ക് മടങ്ങിപ്പോകൂ എന്നും പറഞ്ഞ് ആൺകുട്ടികൾ ആക്രോശിച്ചു. ഇവർ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലും മുഖത്തും ഇടിക്കുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയ്തതായും ആരോപണമുണ്ട്. വിർജിൻ അറ്റ്ലാന്റിക് ക്യാബിൻ ക്രൂവിനെ പീഡിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ യുവാവിന് 15 മാസം തടവ് ശിക്ഷ വിധിച്ച് കോടതി. പാകിസ്ഥാൻ പൗരനായ സൽമാൻ ഇഫ്തിഖർ ആണ് കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. 2023 ഫെബ്രുവരി 7-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഹീത്രോയിൽ നിന്ന് ലാഹോറിലേക്ക് വിർജിൻ അറ്റ്ലാന്റിക്കിന്റെ വിമാനത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ലണ്ടനിൽ ബിസിനസ്സുകാരനായ സൽമാൻ ഇഫ്തിഖർ. ഓൺബോർഡ് ബാരലിൽ നിന്ന് ഐസ് സ്വയം എടുക്കുന്നതിന് കാബിൻ ക്രൂ വിലക്കിയതിൽ പ്രകോപിതനായി 8 മണിക്കൂർ 15 മിനിറ്റ് നീണ്ട യാത്രയിലുടനീളം പ്രശ്നം സൃഷ്ടിച്ചതായിട്ടാണ് റിപ്പോർട്ട്. തെക്കൻ ഇറ്റലിയിലെ സിസിലി ദ്വീപിനെ ഇറ്റലിയിലെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം നിർമ്മിക്കുന്നതിനുള്ള 13.5 ബില്യൺ യൂറോയുടെ പദ്ധതിക്ക് ഇറ്റാലിയൻ സർക്കാർ ബുധനാഴ്ച അംഗീകാരം നൽകി. മെസ്സീന കടലിടുക്കിന് മുകളിലൂടെ 3.3 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളമുള്ള തൂക്കുപാലത്തിന് സർക്കാർ സാമ്പത്തിക ആസൂത്രണ സമിതിയാണ് പച്ചക്കൊടി കാണിച്ചത്. ബജറ്റ് പരിമിതികൾ കാരണം ഒരു ദശാബ്ദം മുൻപ് നിർത്തിവെച്ച മൾട്ടി ബില്യൺ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുന്ന ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ഗതാഗത മന്ത്രിയുമായ മതയോ സൽവിനിയാണ് ഈ വാർത്ത പ്രഖ്യാപിച്ചത്. 2033-ൽ പാലം പ്രവർത്തനക്ഷമമാകുമെന്നും അടുത്ത ശരത്കാലത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടികളെ ബ്രിട്ടനിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാനുള്ള പദ്ധതിക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ 300 കുട്ടികളെയാണ് ഇത്തരത്തിൽ ബ്രിട്ടനിൽ എത്തിക്കുന്നത്. മാതാപിതാക്കളിൽ ഒരാളോടൊപ്പം ഇവരെ ബ്രിട്ടനിലെത്തിച്ച് ചികിത്സിക്കുന്നതാണ് പദ്ധതി. ഇവർക്ക് ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യാനും പിന്നീട് ഇവിടെ ചികിത്സാർത്ഥം താമസിക്കാനുമുള്ള ബയോമെട്രിക് രേഖ ഉൾപ്പെടെയുള്ള ഹോം ഓഫീസ് നേരിട്ട് ഇടപെട്ട് ഉറപ്പുവരുത്തും. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ക്രോയിഡൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ VS അനുസ്മരണ സമ്മേളനം നടത്തി. ക്രോയിഡനിലെ റസ്കിൻ ഹൌസിൽ നടന്ന യോഗത്തിൽ ലണ്ടനിലെ വിവിധ മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഒട്ടനവധി പേർ പങ്കെടുത്തു. സാമൂഹിക പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ മണമ്പൂർ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അജയൻ പിള്ള അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ലണ്ടനിലെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളും സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരും അനുശോചിച്ചു. മലയാളികളെ മാത്രം ഉൾപ്പെടുത്തി യൂറോപ്പിലെ ആദ്യത്തെ ലയൺസ് ക്ലബിന് തുടക്കമായി. ലയൺസ് ക്ലബ്ബ് കൊച്ചി UK എന്ന് പേര് നൽകിയിരിക്കുന്ന ക്ലബ്ബിൽ ആദ്യഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളായിരിക്കും അംഗങ്ങൾ. തുടർന്ന് യൂറോപ്പിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ മലയാളികളുടെ ലയൺസ് ക്ലബ്ബുകൾ രൂപീകരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ലയൺസ് ക്ലബ്ബ് കൊച്ചി UK പ്രസിഡന്റായി ഷോയ് കുര്യാക്കോസ്, സെക്രട്ടറി ജോളി തോമസ്, ട്രഷറർ ടിൻഡു അബ്രഹാം എന്നിവരെ തിരഞ്ഞെടുത്തു. ട്രെയിനുകൾക്കായി പുതിയ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം ആരംഭിച്ചതായി ഇറ്റാലിയൻ റെയിൽവേ നെറ്റ്വർക്ക്. ആദ്യമായി റോം നേപ്പിൾസ് റെയിൽവേ ലൈനിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഭൂകമ്പ മുന്നറിയിപ്പ് ലഭിച്ചാൽ ട്രെയിനുകളുടെ വേഗത കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുന്ന സംവിധാനമാണിത്. റൂട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ആക്സിലറോ മീറ്റർ സെൻസറുകളുടെ ഒരു ശൃംഖലയോ ഉപയോഗിച്ച് ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലേക്ക് അടുക്കുന്ന ട്രെയിനുകൾ സ്വയം വേഗത കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുന്നതിന് ഈ സംവിധാനത്തിലൂടെ സാധിക്കും. വാർത്തകൾ അവസാനിച്ചു. നന്ദി.